ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം ഇന്ന് നമ്മുടെ ഒരു ജേർണലിങ്ങിൻ്റെ ഒരു വിഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരു ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും ഒരു ജേർണലിങ് നമ്മളെപ്പോഴും ചെയ്യണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഒരു ജേർണലിങ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ഹീലിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ കുറച്ച് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് സ്കെച്ച് പെന്നും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അഥവാ സ്കെച്ച് പെൻ ഇല്ലെങ്കിൽ നമുക്കൊരു 3 കളേഴ്സ്, കഴിയുന്നതും ബ്ലാക്ക് ഒഴിവാക്കുക. റെഡ്, ബ്ലൂ, ഗ്രീൻ ഷെയ്ഡുകളിലെ സാധാരണ പെന്നായാലും മതി. ഈവൻ പെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആണ് പറയാവുന്നത്. ഓക്കെ, അതിൽ നമുക്ക് നമ്മുടെ രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നോർമലി നമുക്ക് ചക്ര ഇല്ല കളേഴ്സ്, അതായത് വിബ്ജോറിലുള്ള അതേ കളേഴ്സ് തന്നെയാണ് നമുക്ക് ചക്രാസിലുള്ള. അത് സയൻറ്റിഫിക്കലി ഈ കളർ തെറാപ്പിയിൽ ഒരുപാട് പ്രൂവ് ചെയ്ത കേസുമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ മണി ബ്ലോക്കേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ. ഓക്കെ, ആ ഇഷ്യൂവിനെ നമുക്കൊന്ന് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് ഒബ്സസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മളതിനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നോർമലൈസ് ചെയ്തിട്ട് നമുക്കൊരു യൂണിവേഴ്സിന് ഒരു താങ്ക്സ് കൊടുക്കാം, അല്ലേ? അപ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആ എഴുത്ത്. അത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ. ഇനി നിങ്ങൾക്ക് അതിന് അഡീഷണലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള വാക്കിന് ശേഷം നമ്മൾ എന്തിലാണ് നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം. നമുക്ക് യൂണിവേഴ്സിനോട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അപ്പോൾ ഈ താങ്ക് യു യൂണിവേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് പ്രശ്നം? ഇപ്പോൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണെങ്കിൽ ആരാണ് ആ വ്യക്തി, എക്സ് ഓർ വൈ. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് എക്സ് എന്ന് പറഞ്ഞൊരു പേഴ്സണുമായിട്ടാണ് നമുക്ക് ഇഷ്യൂ ഉള്ളത്. ആ പേഴ്സൻ്റെ പേര് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് റിലേറ്റഡ് ആണ് ആ പേഴ്സണുമായിട്ട്? നമുക്ക് ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ ഓക്കെ, റിലേറ്റഡ് ടു ലവ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു കെയർ എന്ന് നമുക്ക് അവിടെ എഴുതിയിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സെയിം കളേഴ്സ് യൂസ് ചെയ്യേണ്ട. അതിനുശേഷം നമുക്ക് അത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളേഴ്സ്, ചക്ര കളേഴ്സിലുള്ള ഏതെങ്കിലും ഒരു കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ലവിനാണ് നമുക്ക് പ്രശ്നം, അതായത് ഹീസ് നോട്ട് ലവ് അല്ലെങ്കിൽ ഷീ ഓർ ഹീ, അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് എഴുതുക ജസ്റ്റ് ഹീ ഈസ് നോട്ട് ലവിങ് മീ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇതൊരു മെത്തേഡായിട്ടാണ് നമുക്ക് നോക്കുന്നതെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം ഹീ ഈസ് നോട്ട് കെയറിങ് മീ, അല്ലേ? അടുത്തത് നമുക്കൊരു കളറ് മാറ്റി ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതേ കളർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച്. പക്ഷേ ഈ കളർ ചേഞ്ച് വരുമ്പോൾ നമ്മൾ എഴുതുന്നതിന് അതൊരുപാട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നതിനും ഹീലിംഗ് പവർ ചെയ്യുന്നതിനും കളറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ ഹീ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷീ ആണെങ്കിൽ ഷീ ഈസ് നോട്ട് കോളിങ് മീ, ഷീ ഈസ് നോട്ട് മെസ്സേജിങ് മീ. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മളെ വിളിക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ കെയർ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആണ് സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിൽ വരാറ്, അല്ലേ? നമ്മളതിൽ മെയിൻ പറഞ്ഞു ലവ്, കെയർ, അതിൽ പെട്ടതാണ് ഈ കോൾ, മെസ്സേജിങ്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടാകുമ്പോൾ അങ്ങനെ. അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ എഴുതാം. എന്ത്? ഷീ ഈസ് നോട്ട് കമ്മിങ് ടു മീറ്റ് മീ. മീറ്റ് മീ എന്ന് എഴുതാം, അല്ലേ? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അത് നമ്മൾ നേരിട്ട് കാണുന്നില്ല, അടുത്തിരിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യലാണ് നമ്മുടെ ജേർണലിങ്ങിലുള്ള മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റായിട്ട് അതിൻ്റെ റീസൺ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനും പറ്റും. എന്താണ് റീസൺ എന്ന് നമുക്ക് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലൊരു എന്നുവെച്ചാൽ നമ്മൾ സെൽഫ് കെയറിങ് ആണോ, നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടോ, ഇതെല്ലാം എടുത്തു നോക്കാം, അല്ലേ? ഹീ ഈസ് നോട്ട് ലവിങ് മീ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ?
നമുക്ക് ഇതേ സാധനത്തിനെ നമുക്ക് താഴേക്ക് എടുത്തിട്ട് നോക്കാം അല്ലേ. ഹീ ഈസ് നോട്ട് ലവിങ് ഇൻ മീ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സെൽഫ് നോക്കാം. നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലവ് യു തന്നെ, യുവർ സെൽഫാണ്. നമുക്ക് യു തന്നെ എഴുതാം അല്ലേ. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ആദ്യം നോക്കാം. ഈ പറഞ്ഞതെല്ലാം നമുക്ക് മലയാളത്തിൽ എഴുതാം കേട്ടോ. നിങ്ങളുടെ ഏത് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യം അന്വേഷിച്ച് നോക്കുക. ഉത്തരം എപ്പോഴായിരിക്കും? ഇതിൻ്റെ ഉത്തരം നമുക്ക് ഓൺ ദ സ്പോട്ട് അവിടെ തന്നെ കിട്ടും അല്ലേ. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് നമ്മളോട് സെൽഫ് ആയിട്ടുള്ളൊരു സ്നേഹം ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് നമ്മളിലേക്കൊരു വാല്യൂ വേണം അല്ലേ. മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യുന്നില്ല, നമ്മളെ പുറകെ നടക്കുന്നില്ല, നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതാണ് എന്ത്, ഈ ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ, എന്തെങ്കിലും ചെയ്തോ, നിനക്ക് സുഖമാണോ എന്നൊക്കെയുള്ള അന്വേഷണം. ആ അന്വേഷണങ്ങളാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ. കെയറിങ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതും കെയറിങ് ആയിട്ട് എടുക്കുന്നതും അതാണ് അല്ലേ. നമ്മൾ ലവിലും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഈ കെയറിങ്. അപ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ആ സംഭവങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഒബ്സസ്ഡ് ആകുമ്പോഴാണ്, ആ സങ്കടങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അഡിക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഹീ ഈസ് നോട്ട് ലവിങ് മീ, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വിഷയമാണോ? അല്ല. ഹീ ഈസ് നോട്ട് കെയറിങ് മീ, കെയർ നമുക്ക് സ്വന്തം ചെയ്യുന്ന കാര്യമല്ലേ. അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ, നീ ഇന്നത് ചെയ്തോ, ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ, ഇപ്പോൾ സുഖമില്ലെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടറെ കാണിക്കണം അല്ലേ. പക്ഷേ ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ നമുക്ക് ഫാമിലിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും അല്ലേ. അൾട്ടിമേറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എല്ലാം. അതല്ലേ ഈ വ്യക്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാവാൻ പറ്റുമെങ്കിൽ വേറൊരു വ്യക്തിയുടെ അന്വേഷണം എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. കോൾ ചെയ്യുന്നത് എന്തിനാണ്? ഈ കെയറിങ് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയല്ലേ കോൾ ചെയ്യുന്നത്. മെസ്സേജ് ചെയ്യുന്നത് സെയിം അല്ലേ. അപ്പോൾ അത് രണ്ടും നമ്മൾ ചെയ്താൽ പിന്നെ ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഷീ ഈസ് നോട്ട് കമ്മിങ് ടു മീറ്റ് മീ. സ്വാഭാവികമായിട്ട് അവർ വരുന്നത് എന്തിനാണ്? അവർക്ക് ഇതുപോലെ കെയറിങ് ആവശ്യമുണ്ടാവും. അപ്പോൾ അവർക്ക് കെയറിങ് ആവശ്യമില്ല, അവർ സെൽഫ് കെയർ ആണ് എന്ന കണ്ടീഷനാണെങ്കിൽ അവർ വരുമോ? വരില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് അവരെ തന്നെ സ്നേഹിക്കാൻ അറിയാമെങ്കിൽ അവരൊരിക്കലും നമ്മളിലേക്ക് വന്ന് ചോദിക്കില്ല. അപ്പോൾ അവർ ഓൾറെഡി വേറൊരാളിൽ ഡിപ്പെൻഡൻ്റ് അല്ല. അവർ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറാണെന്ന് അവർക്ക് തന്നെ അറിയുന്നതുകൊണ്ട് ഈ വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെന്ന് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് തന്നെ നമ്മുടെ അടുത്ത് രണ്ടാമത് ചോദിക്കും, യെസ് ഇത് റിക്വയർഡ് ആണോ? നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നത്, ഇപ്പം മിസ്സിങ്ങിനുള്ള പ്രശ്നമാണല്ലോ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇത് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ അടുത്ത് നമുക്ക് തന്നെ ഒരു ആൻസർ കിട്ടും അല്ലേ. യൂണിവേഴ്സ് തന്നെ നമുക്കൊരു ആൻസർ തരും ഈ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഡെയിലി റെഗുലറായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ സ്വാഭാവികമായിട്ടും വന്നുപെടുന്ന കാര്യങ്ങൾ. അത് ചിലപ്പം ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലവ് റിലേഷൻഷിപ്സ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ ചിലവർക്കുണ്ട് ഫ്രണ്ട്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, വിളിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അതിനൊക്കെയുള്ളൊരു ആൻസർ നമുക്ക് ഇതുപോലെ തന്നെ ഡെയിലി റെഗുലർലി നമ്മൾ ഇതുപോലെ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കളേഴ്സ് വഴിയാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവും. ഇതിൽ നിങ്ങൾ നോക്കി നോക്കൂ, ഈ സാധാരണ നമ്മളൊരു പെന്നുകൊണ്ട് എഴുതുന്നതും പല കളർ കൊണ്ട് എഴുതുമ്പോഴും നമുക്കത് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? കുറച്ചുകൂടി നമ്മൾ അതിലേട്ട് നമ്മുടെ മൈൻഡും എല്ലാം ഫോക്കസിങ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഓറഞ്ച് പോലുള്ള കളേഴ്സ് ഒരുപാട് ഫോക്കസ് തരുന്നതാണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് കളേഴ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹീലിങ്ങിന് ഒരു എക്സ്ട്രാ പവർ ഉണ്ടാവും നോർമലി നമ്മൾ ജേർണൽ ചെയ്തതിനേക്കാളും. ഇനി എന്നിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത്രയും എഴുതി കഴിഞ്ഞു. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് എഴുതിയാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ആ ദിവസം എൻകൗണ്ടർ ചെയ്ത പ്രശ്നങ്ങൾ, ചിലപ്പം ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിപിടിയായിരിക്കാം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ടിക്ക് ചെയ്ത് സെൽഫ് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ ശരിയായ പ്രശ്നം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഷോർട്ടായിട്ട് എനിക്കിതിങ്ങനെ ഒരു കാര്യം നിങ്ങളടുത്ത് പറയണം തോന്നി, ഈ ഒരു ഹീലിംഗ് മെത്തേഡ്. അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ ഇതുപോലെയുള്ള ചില ഹീലിങ്സ് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കത്തിച്ച് കളഞ്ഞ് യൂണിവേഴ്സിലേക്ക് കത്തിച്ച് കളയുമെങ്കിൽ ഒരു എക്സ്ട്രാ ഫീലിംഗ്, അത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ മെത്തേഡ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.